ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ. അപ്പോൾ ആ ഒരു ക്യാമ്പസ് മൊത്തം നമുക്ക് നെറ്റ്വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ അതിനെയും നമ്മൾ ലാൻ തന്നെയാണ് വിളിക്കുക. കാരണം എന്താണ്, ആ നെറ്റ്വർക്ക് മൾട്ടിപ്പിൾ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും ആ ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ആ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഒരൊറ്റ ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഒരു പബ്ലിക് പ്ലേസിലൂടെ നമുക്ക് വയറൊന്നും കൊണ്ടുപോകേണ്ട റിക്വയർമെന്റ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിന് നമ്മൾ ചെയ്യുന്നതിനെയും നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുക, ലാൻ എന്ന് തന്നെയാണ് വിളിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വയേർഡ് ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു വയേർഡ് ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് കുറെ ഡിവൈസുകളൊക്കെ കാണിച്ചതാണ്. ഈ ഡയഗ്രം നിങ്ങൾ കാണുന്നുണ്ട്, ഇത് സിസ്കോന്റെ ഒരു സ്വിച്ച് ആണ്. ഇതിനകത്ത് കുറെ RJ45 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഫൈബർ ഒപ്റ്റിക്സ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പം ഉണ്ടല്ലേ, ഇതിനകത്ത് നമുക്കൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാം, ഇതിനകത്ത് വേറൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാം, ഇതിനകത്ത് വേറൊരു കമ്പ്യൂട്ടറാണ്. ഇതിൽ 48 പോർട്ടിന്റെ സ്വിച്ച് ആയിരിക്കും. ഒരു 48 പോർട്ട് എതർനെറ്റും പിന്നെ 4 ഫൈബർ പോർട്ടുകളും വരുന്ന ഒരു സ്വിച്ചാണിത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും മിക്കവാറും സ്വിച്ചസ് ഉണ്ടാവുക. ചിലതിനകത്ത് 12 പോർട്സ് ഉണ്ടാവും, ചിലതിനകത്ത് 24 പോർട്സ് ഉണ്ടാവും, ചിലതിനകത്ത് 48 പോർട്സ് ഉണ്ടാവും, അങ്ങനെ. ഓക്കെ, അത് സിസ്കോന്റെ ഓരോ സീരീസിനനുസരിച്ചിട്ട് അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്വിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പം ലാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടമെന്റൽ ഡിവൈസ് ആണ് എന്ത്, സ്വിച്ച്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹബ്ബ് യൂസ് ചെയ്യാം, പക്ഷേ ഹബ്ബ് ഒന്നും ഇപ്പോൾ കമ്പനികളൊന്നും മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ സ്വിച്ച് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മാനേജബിൾ സ്വിച്ചും ഉണ്ട്, അൺമാനേജബിൾ സ്വിച്ചും ഉണ്ട്. സിസ്കോന്റെ സ്വിച്ച് എല്ലാം തന്നെ എന്താണ്, മാനേജബിൾ സ്വിച്ച് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഒന്നുകിൽ ഗ്രാഫിക്കൽ ഇന്റർഫേസോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് വഴി, അതായത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവൈസിനെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ച് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്വിച്ച് പർച്ചേസ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളുടെ കമ്പ്യൂട്ടറുകൾ. നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് 10ഓ 20ഓ എത്ര കമ്പ്യൂട്ടറുകളാണോ ഉള്ളത്, ആ കമ്പ്യൂട്ടറുകൾക്കൊക്കെ തന്നെ ലാൻ കാർഡ് ഇല്ലേ? ഓക്കെ, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ കാർഡ്, അല്ലെങ്കിൽ NIC കാർഡ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്നൊക്കെ വിളിക്കും, നിക്ക്. ഓക്കെ, ലാൻ കാർഡ്, NIC കാർഡ് എന്നൊക്കെ വിളിക്കും, സെയിം, അല്ലെങ്കിൽ എതർനെറ്റ് കാർഡ് എന്ന് വിളിക്കും. ഓക്കെ, ലാനിൽ വരുന്ന പ്രോട്ടോകോൾ ആണ് എതർനെറ്റ്. ഓക്കെ, ഇതൊക്കെ സെയിം ആണ്. ഇങ്ങനെയുള്ള ഒരു കാർഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ സ്ലോട്ടിന്, ഫ്രീ സ്ലോട്ടിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇപ്പോൾ വരുന്ന മിക്കവാറും എല്ലാ മദർ ബോർഡിനകത്തും എന്താണ്, ലാൻ കാർഡ് പ്രീ ബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, മദർ ബോർഡിൽ തന്നെ ഓൺ ബോർഡ് ആയിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ലാൻ കണക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാർഡ് നിങ്ങൾ അത്ര ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ചില സമയത്ത് ആവശ്യം വരും, മൾട്ടിപ്പിൾ ഇന്റർഫേസ് കാർഡ് കണക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സെർവറോ അല്ലെങ്കിൽ വലിയ വർക്ക് സ്റ്റേഷനൊക്കെ പോലുള്ള ഡിവൈസിനകത്ത് മൾട്ടിപ്പിൾ കാർഡുകൾ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഇടി വെട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളുടെ മദർ ബോർഡിനകത്തുള്ള NIC കാർഡ് ചിലപ്പം കേടായി പോകും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ കാർഡ് വാങ്ങിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്വിച്ച് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നു. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, എല്ലാ കമ്പ്യൂട്ടറിനകത്തും NIC കാർഡ് ഇല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കമ്പ്യൂട്ടറിന്റെ ബാക്ക് സൈഡിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം NIC കാർഡ് ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പം സപ്പോസ് നമ്മൾ ചില ലാപ്ടോപ്പിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയേർഡ് കണക്ഷൻ കണക്ട് ചെയ്യാൻ വേണ്ടി NIC കാർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു USB to RJ45 നമുക്ക് കൺവേർട്ടർ മൊഡ്യൂളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് ലാൻ കാർഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാൻ കാർഡ് എന്താണെന്ന് മനസ്സിലായി.
പിന്നെ നമുക്ക് വേണ്ടത് കണക്ടറും കേബിളും ആണ്. ഓക്കെ, നമ്മൾ വയേർഡ് ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കേബിളിനെ നമ്മൾ വിളിക്കുക UTP കേബിൾ എന്നാണ് വിളിക്കുക, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഓക്കെ, ഇതിനകത്ത് വരുന്ന 8 വയറുകളാണ് ഉണ്ടാവുക. 8 വയറുകൾ, അതായത് വൈറ്റ്, ഓറഞ്ച്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒന്നിന്റെ കളർ വൈറ്റും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടേക്കും പിന്നെ ഒന്ന് ഓറഞ്ച് ആയിരിക്കും, പിന്നെ ഒന്ന് വൈറ്റ് ബ്ലൂ, വൈറ്റ് ഗ്രീൻ, വൈറ്റ് ബ്രൗൺ. അങ്ങനെ 8 വയറുകൾ ഉണ്ടാവും. 4 പെയറായിട്ടാണ് അത് ഉണ്ടാവുക. 4 പെയർ. അതിൻ്റെ അത് ഒരു പെയറാണ് നമ്മൾ വൈറ്റ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേബിൾ UTP കേബിൾ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഈ കേബിൾ കാണുന്നുണ്ടാവും. ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് UTP കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കേബിള്. ഇതിനെ നമ്മൾ RJ45 കണക്ടർ എന്നാണ് വിളിക്കുക. ഇതാണ് RJ45 കണക്ടർ. ഓക്കെ, അപ്പൊ അത് ക്രിമ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി, അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് നമ്മളെ RJ45 എന്ന് പറയുന്നത്. ഓക്കെ, ഈ RJ45 നമ്മൾ വാങ്ങിച്ചിട്ട് ഈ UTP കേബിളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെ, അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ക്രിമ്പിംഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്രിമ്പിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിനകത്തുള്ള വീഡിയോസ് അയച്ചു തരുന്നുണ്ട്. നമ്മളെ തന്നെ വീഡിയോ ഉണ്ട് ക്രിമ്പിംഗ് ഒക്കെ ചെയ്യുന്നുള്ള. അപ്പോൾ അത് ഞാൻ അയച്ചു തരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ക്രിമ്പിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ആ സമയത്ത് നോക്കാം. ഇപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് RJ45 ആണ്, UTP കേബിൾ ആണ്. ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളിന്റെ സഹായത്തോടു കൂടിയാണ്. ഇതാണ് UTP കേബിൾ. കണ്ടോ, ഇതാണ് UTP കേബിള്, ഇതാണ് ക്രിമ്പിംഗ് ടൂൾ. ഈ ക്രിമ്പിംഗ് ടൂളിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ RJ45 UTP കേബിളും കൂടെ നമ്മൾ കണക്ട് ചെയ്യാം. അത് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയും. ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിമ്പ് ചെയ്തത് സ്ട്രെയിറ്റ് ത്രൂ ആയിട്ടും ക്രോസ് ഓവർ ആയിട്ടും റോൾഡ് ആയിട്ട് പല രീതിയിലും ക്രിമ്പ് ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ത്രൂ ആയിട്ടാണ് നമ്മൾ നോർമലി ക്രിമ്പ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കേബിൾ ടെസ്റ്റർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 250 റുപ്പീസ് അല്ലെങ്കിൽ 300 റുപ്പീസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേബിൾ ടെസ്റ്റർ കിട്ടും. ഓക്കെ, നമ്മൾ ക്രിമ്പ് ചെയ്ത വയറിന്റെ ഒരു എൻഡ് നമ്മൾ ഇതിൽ കൊടുക്കുക, വേറൊരു എൻഡ് ഇതിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ LED ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബ്ലിങ്ക് ചെയ്യാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മനസ്സിലായി ആ ഒരു ലൈനിൽ ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീക്രിമ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് രണ്ടില്ല, ഇത് 2 സെക്ഷൻ ആയിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ കേബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേബിളിന്റെ ഒരു എൻഡ് ഒരു റൂമിലും വേറൊരു എൻഡ് വേറൊരു റൂമിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾ ഇവിടെ ഒരു എൻഡ് കണക്ട് ചെയ്യും, ഇപ്പുറത്തെ എൻഡ് കണക്ട് ചെയ്യും. എന്നിട്ട് രണ്ടുപേരും എന്ത് ചെയ്യും, ഈ സ്വിച്ച് ഒന്നിനകത്താണ് സ്വിച്ച് ഉണ്ടാവുക, ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് രണ്ടുപേരും ഇതിനകത്ത് എല്ലാ ലൈറ്റും കത്തുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെ ഫുൾ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രിമ്പിങ്ങിന് എന്തോ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സൈഡും ചിലപ്പോൾ നമ്മൾ റീക്രിമ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് പർച്ചേസ് ചെയ്തു, സ്വിച്ച് വാങ്ങിച്ചു, PCകൾക്കൊക്കെ NIC കാർഡ് ഇല്ലേ നോക്കി, UTP കേബിൾ എടുത്ത് ക്രിമ്പ് ചെയ്തു, ഒരെൻഡ് കമ്പ്യൂട്ടറിന്റെ LAN കാർഡിലും വേറെ 2 സ്വിച്ചിന്റെ ഒരു പോർട്ടിനകത്തും നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരുമില്ല.
അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ലെവലിലേക്ക് പോകാം. ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം അല്ലെ. നമ്മൾ എന്തിനാ ശരിക്കും ഇത് നമ്മൾ ലാനിൽ കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? ചിലപ്പം ഈ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഫയൽ ചിലപ്പോൾ നമുക്ക് ഇവിടേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു വെബ് പേജ് ചിലപ്പോൾ ഇവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് വ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇരുന്നും കൊണ്ട് ഈ സെർവറിനകത്തേക്ക് ചിലപ്പോൾ നമുക്ക് ടെൽനെറ്റ്, അപ്പൊ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്തിരിക്കണം? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫങ്ഷണലായിരിക്കണം. അപ്പൊ നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ ഫങ്ഷണൽ ആവണമെങ്കിൽ ഹാർഡ്വെയർ മാത്രം പോരാ, അവിടെ സോഫ്റ്റ്വെയർ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ വേണം. അപ്പൊ എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, വിൻഡോസ് 10 ഉണ്ട്, വിൻഡോസ് 11 ഉണ്ട്, വിൻഡോസ് സെർവർ ഉണ്ട് അല്ലേ, പിന്നെ പിന്നെ നമുക്ക് ലിനക്സ് മെഷീൻ ഉണ്ട്. ലിനക്സിന്റെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്, ഡിബൈൻ ലിനക്സ്, അല്ലെങ്കിൽ റെഡ് ഹാറ്റ് ലിനക്സ്, ഉബുണ്ടു, പല ലിനക്സ്. അപ്പം വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, യുണീക്സ് ഉണ്ട്, ആപ്പിൾ മെഷീൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ എന്താ പറയാ, മാക് മെഷീൻസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ പല, പിന്നെ സോളാരിസ് ഉണ്ട്, അങ്ങനെ പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ ഈ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം നിർബന്ധമുണ്ടോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ക്ലാസ് ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. വേണോ? എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണോ? വേണ്ട. വേണ്ട. വെരി ഗുഡ്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെങ്കിലും നമ്മൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ കമ്പ്യൂട്ടറിനകത്തും വേണ്ട ഒരു സാധനമുണ്ട്. അതിനെ നമ്മൾ പ്രോട്ടോകോൾ സ്യൂട്ട് എന്നാണ് വിളിക്കുക. പ്രോട്ടോകോൾ സ്യൂട്ട് അല്ലെങ്കിൽ പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന TCP/IP എന്ന് പറയും. ഓക്കെ, TCP/IP ഉണ്ട്, നോവൽ നെറ്റ്വെയർ ഉണ്ട്, IPX/SPX ഉണ്ട്, പിന്നെ ആപ്പിൾ ടോക്ക് ഉണ്ട്, നെറ്റ് ബയോസ് ഉണ്ട്. അങ്ങനെ വേൾഡിൽ പല പല പ്രോട്ടോകോൾ സ്യൂട്ടുകളും ഉണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പ്രോട്ടോകോൾ സ്യൂട്ടിനെ നമ്മളുടെ ലാംഗ്വേജുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ സംസാരിക്കുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മലയാളം എന്ന് പറയുന്ന പ്രോട്ടോകോൾ സ്യൂട്ട് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇതിനകത്ത് എന്തൊക്കെ വൊക്കാബുലറി വരുന്നുണ്ട്, ഇതിൻ്റെ അകത്തുള്ള ഗ്രാമർ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ വേറെ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണം. ഒന്നുകിൽ നമ്മൾ മലയാളം, ഇപ്പൊ എല്ലാവർക്കും മലയാളം അറിയണം, അല്ലെങ്കിൽ ഒന്നുകിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം, ഒന്നുകിൽ എല്ലാവർക്കും തമിഴ് അറിയണം. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ TCP/IP ആണെങ്കിൽ എന്ത് വേണം? എല്ലാ കമ്പ്യൂട്ടറിനകത്തും TCP/IP വേണം. കുറച്ചെണ്ണത്തിന് TCP/IP കുറച്ചെണ്ണത്തിനകത്ത് ആപ്പിൾ ടോക്കും ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ആവും. ആപ്പിൾ ടോക്കും കമ്മ്യൂണിക്കേറ്റ് ആവും, TCP/IP കമ്മ്യൂണിക്കേറ്റ് ആവും. പക്ഷെ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയില്ല. ഓക്കെ, അപ്പം ഈ പ്രോട്ടോകോൾ സ്യൂട്ടിനെ പറ്റി നമ്മൾ പഠിക്കും, ലേയേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡെപ്തിൽ നമ്മൾ പോയി പഠിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്താണ്, നമ്മൾ പറയുന്ന ഒരു ലാംഗ്വേജ് പോലെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത് TCP/IP മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ CCNA പഠിക്കുന്ന സമയത്ത് ആപ്പിൾ ടോക്കും നമ്മൾ എന്താ പറയാ IPX/SPX ഒക്കെ ഞങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നു കുറെ കാലം മുന്നേ. ഏകദേശം ഒരു 20 വർഷം മുന്നത്തെ CCNA സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ആ പ്രോട്ടോകോൾ ഒക്കെ കാണാം. പക്ഷെ ഇന്നൊക്കെ അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കാരണം വേൾഡിൽ 99.9% ആൾക്കാർ ഇപ്പോൾ ഏത് പ്രോട്ടോകോൾ സ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്? TCP/IP. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CCNA സിലബസിനകത്ത് TCP/IP മാത്രമേ പഠിക്കുവാൻ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, ഈ TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ സ്യൂട്ട് എല്ലാ കമ്പ്യൂട്ടറിനകത്തും വേണം.
ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമോ, ഇൻസ്റ്റലേഷൻ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം വരുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തും ഇപ്പൊ ഈവൻ നിങ്ങളുടെ മൊബൈലിനകത്ത് വരുന്ന ആൻഡ്രോയിഡിൽ അല്ലെങ്കിൽ iOS അടക്കം എന്തുണ്ട്, ഈ പ്രോട്ടോകോൾ TCP/IP ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇതെന്താണ്, TCP/IP എന്ന് പറയുന്നത് ഇന്ന് വേൾഡിന്റെ കമ്മ്യൂണിക്കേഷൻ, വേൾഡ് കമ്പ്യൂട്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, മാത്രമല്ല ഇത് ഫ്രീ ആണ്. ഓക്കെ, ഓപ്പൺ സോഴ്സിന്റെ ഭാഗമാണ്, ഇത് ഫ്രീ ആണ്. ഓക്കെ, ഫ്രീലി അവൈലബിൾ ആണ് ഇതിന്റെ സോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്റർനെറ്റിനകത്ത് ഉള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ TCP/IP വേണം എന്നുള്ളത് ഇന്റർനെറ്റ് ഓർഗനൈസേഷന്റെ IETF-ന്റെ മാൻഡേറ്ററിയും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, എല്ലാ കമ്പ്യൂട്ടേഴ്സിനകത്തും എന്ത് വേണം, TCP/IP വേണം. ഓക്കെ, TCP/IP വേണം, എല്ലാത്തിനും TCP/IP വേണം. ഇനി TCP/IP വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടോകോൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, ഇനിയിപ്പോ നമ്മൾ ഇതൊക്കെ ചെയ്തു, ഫിസിക്കലായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസോ ലിനക്സോ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ വേറൊരു സിസ്റ്റം എഞ്ചിനീയേഴ്സ് ആയിട്ട് വേറെ ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്തു തരും. പക്ഷെ IP കൊടുക്കുക എന്നുള്ളൊരു അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ, IP അഡ്രസ്സ് അസൈൻ ചെയ്യാം കമ്പ്യൂട്ടറുകൾക്ക്. IP അഡ്രസ്സ് അസൈൻ, IP അഡ്രസ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരു ചാപ്റ്ററിന് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ IP അഡ്രസ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. എന്താണ് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഈ ലാനിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പറാണ് IP അഡ്രസ്. ഓക്കെ, നമ്മളിപ്പം പേര് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഓക്കെ റെനീഷ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം എന്നോട് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും അത് എന്നോടാണ് എന്ന് പറഞ്ഞല്ലോ. നേരെ മറിച്ച് കഴിഞ്ഞാൽ നജീബിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നജീബ് ഇതിന് ആൻസർ പറയൂ എന്ന് പറയുമ്പോഴത്തേക്ക് നജീബിന് മനസ്സിലാക്കുക ഇത് നജീബിനോടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, നെയിം വെച്ചിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ TCP/IP ഇൻസ്റ്റാളേഷൻ ചെയ്ത എല്ലാ കമ്പ്യൂട്ടറുകളും വേറൊരു കമ്പ്യൂട്ടറിനെ വേർതിരിച്ചറിയുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ IP അഡ്രസ് വെച്ചിട്ടാണ്. അപ്പൊ ഇവർക്ക് അറിയണം ഈ കമ്പ്യൂട്ടറിലേക്കാണോ ഈ ഫയൽ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലാവും ഓക്കെ എന്താണ് 192.168.1.2ലേക്കാണ് ഫയൽ സെൻഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്കാണ് ബ്രൗസ് ചെയ്യേണ്ടത്, 1.3ലേക്കാണ്. 1.3 ചിലപ്പോൾ ഒരു വെബ് സെർവർ ആയിരിക്കും, അതിനകത്ത് ഈ ബ്രൗസ് ചെയ്യണമെങ്കിൽ 1.3ലേക്കാണ് അത് കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും വേർതിരിച്ചറിയുന്ന എന്ത് വെച്ചിട്ടാണ്, ഈ IP അഡ്രസ് വെച്ചിട്ടാണ്. ക്ലിയർ ആയോ? TCP/IP സംസാരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം കമ്പ്യൂട്ടറുകളെ വേർതിരിച്ചറിയുന്നത് ഈ IP അഡ്രസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ IP അഡ്രസ് നമ്മൾ ലാനിൽ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു IP അഡ്രസ്സിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു IP അഡ്രസ് എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ അഡ്രസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 192.168.1.5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 192.168.1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള 5ാമത്തെ കമ്പ്യൂട്ടർ ആണ് ഇത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഒരു IP അഡ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നെറ്റ്വർക്ക് പോർഷനും ഉണ്ടാവും, ഹോസ്റ്റ് പോർഷനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ലാനിൽ IP അസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട്. ഓക്കെ, റൂൾ നമ്പർ 1 നിങ്ങൾ CCNA പഠിക്കുന്ന ഫസ്റ്റ് റൂളാണ് എന്ത്, ഒരു ലാനിലുള്ള എല്ലാവരുടെയും നെറ്റ്വർക്ക് പോർഷൻ സെയിം ആയിരിക്കണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ 192.168.1 ഇവിടെയും 192.168.1 എല്ലാവർക്കും 192.168.1 ആണ്. ഇപ്പൊ ലാനിൽ IP കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് പോർഷൻ സെയിം ആയിട്ട് വെക്കണം. ഹോസ്റ്റ് പോർഷനോ, ഹോസ്റ്റ് പോർഷൻ ഡിഫറെന്റ് ആവണം. കണ്ടോ, ഹോസ്റ്റ് പോർഷൻ തന്നെ ഇത് 1, ഇത് 4, ഇത് 2, ഇത് 5, ഇത് 3. ഇതിനും 5 കൊടുത്തു, ഇതിനും 5 കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഡ്യൂപ്ലിക്കേറ്റ് IP എന്ന് പറഞ്ഞിട്ട് നമുക്ക്
എറർ മെസ്സേജ് കാണിക്കും. നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എറർ മെസ്സേജ് കാണിച്ചു തരും. ഒരു നല്ലൊരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എറർ ഒന്നും കാണിക്കില്ല. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രബിൾസ് കിട്ടും. ആ സമയത്ത് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ നമ്മൾ അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ IP അസൈൻ ചെയ്യണം. ഒരു ലാനിൽ IP അസൈൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും നെറ്റ്വർക്ക് പോർഷൻ സെയിം ആയിരിക്കണം, ഹോസ്റ്റ് പോർഷൻ ഡിഫറൻറ്റ് ആയിരിക്കണം. ലാനിലുള്ള റൂളാണിത്. ഓക്കെ, ഇനി വാൻ പഠിക്കുന്ന സമയത്ത് ഇതേമാതിരി IP റൂൾസ് നമ്മൾ കുറച്ച് IP റൂൾസ് നമ്മൾ അതിനകത്തും പഠിക്കും. പിന്നെ IP അഡ്രസ്സിംഗ് പഠിക്കുന്ന സമയത്തും കുറച്ച് റൂൾസ് പഠിക്കും. അതൊക്കെ ഫണ്ടമെന്റൽ റൂൾസ് ആണ്. ഇതൊക്കെ നെറ്റ്വർക്കിന്റെ ബേസിക്സ് ആണ്. അതുകൊണ്ട് ആ റൂൾസ് ഒന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ലാനിൽ ചെയ്യണം. അപ്പൊ ഇനിയിപ്പോ ലാൻ നമ്മൾ എങ്ങനെ നമ്മൾ ചെയ്യും? ഓക്കെ, നമുക്കിപ്പോ ഉദാഹരണത്തിന് നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ ഇതിനകത്ത് നമുക്ക് NIC കാർഡിന്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അത് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ IP അഡ്രസ് ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളങ്ങനെ IP അഡ്രസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ കേസിൽ കണ്ടോ, IP അഡ്രസ് 192.168.1.81 ആണ് വന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ എനിക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിനും IP അഡ്രസ് നമുക്ക് മാനുവലായിട്ടും കൊടുക്കാം, DHCP വഴി കൊടുക്കാം. DHCP ഒക്കെ അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ ഇപ്പം മാനുവൽ ആയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ല. ഇതിന്റെ ലാബ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിന്റെ ലാബ് ശരിക്കും നിങ്ങൾ ഫിസിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സിനാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താ ചെയ്യിപ്പിക്കുക? നിങ്ങളെ കൊണ്ട് ഇതേമാതിരി ഒരു സ്വിച്ച് എടുത്ത് കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഞാനൊരു സ്വിച്ച് എടുത്ത് കൊണ്ടുവന്നു, ടേബിളിന്റെ മുകളിൽ വെച്ചു, ഒരു 5 കമ്പ്യൂട്ടറുകൾ എടുത്തു, ടേബിളിന്റെ പല ഇതിലും വലിയൊരു ടേബിളാണ്, അതിന്റെ ഓരോരുത്തർ ഇരിക്കുന്നിടത്തും പോയിട്ട് 10 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചു, കേബിൾ എടുത്തു, ക്രിമ്പ് ചെയ്തു, പരസ്പരം കണക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താണ്? സ്വിച്ച് ഓൺ ചെയ്തു, കമ്പ്യൂട്ടേഴ്സും ഓൺ ചെയ്തു. ഓരോ കമ്പ്യൂട്ടേഴ്സിനകത്തും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു, അതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്തു, IP അഡ്രസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. എന്താണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ പാക്കറ്റ് ട്രേസർ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ഓപ്ഷൻ. CCNA പഠിച്ചു വരുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഒരു സോഫ്റ്റ്വെയർ ആണ് പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത്. ഇത് ഫ്രീ ഡൗൺലോഡ് സോഫ്റ്റ്വെയർ ആണ്. സിസ്കോന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ സിസ്കോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഫ്രീ ആയിട്ട് നിങ്ങളുടെ മെയിൽ ID യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാളെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊന്ന് ഓപ്പൺ ആയി വന്നോട്ടെ. ഇത് ഫ്രീ ആണോ സാറേ? ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട്, ഞാൻ കാണിച്ചു തരാം, ഇതിനകത്ത് പോയിട്ട് ഇതേപോലെ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് പാക്കറ്റ് ട്രേസർ ഡൗൺലോഡ്. നിങ്ങൾ ഇത് കണ്ടോ, സിസ്കോ നെറ്റ്വർക്ക് അക്കാഡമി. ഈ സൈറ്റിലാണ് നിങ്ങൾ ഈ സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടുക. കണ്ടോ, സിസ്കോ നെറ്റ്വർക്ക് അക്കാഡമി. ഈ സിസ്കോ നെറ്റ്വർക്ക് അക്കാഡമിയിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത വേറെയും കുറെ ഗുണങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ CCNA എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇതേ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് നെറ്റക്കാഡിൽ, ഈ netacad.com എന്ന് പറഞ്ഞ സൈറ്റിനകത്ത് ഒരുപാട് ഫ്രീ
കോഴ്സുകളുണ്ട്, ഫ്രീ കോഴ്സുകൾ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കോഴ്സുകളുണ്ട്. നല്ല വീഡിയോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഒരുപാട് അഡ്വാൻസ് ലെവലൊന്നും കിട്ടൂല, പക്ഷെ എന്നാലും ബിഗിനിങ് ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ ഫ്രീ ആയിട്ട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിൽ പോയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. വേണ്ട, സിസ്കോന്റെ ഇതിന്റെ നെറ്റ്വർക്ക് അക്കാഡമീന്റെ വെബ്സൈറ്റിലേക്കാണ്. സിസ്കോന്റെ ഒരു ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നെറ്റ്വർക്ക് അക്കാഡമി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കണ്ടോ പാക്കറ്റ് ട്രേസർ, FAQs, പാക്കറ്റ് ട്രേസർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിനകത്ത് കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്ലീസ് ലോഗിൻ ടു യുവർ കറണ്ട് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കണ്ടോ, യു ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്. ഇതിന്റെ താഴത്തുണ്ട്. അപ്പൊ അത് സൈറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കാണാൻ കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ മെയിൽ ID വെച്ചിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആ യൂസർ നെയിമും പാസ്വേഡും ഓർത്താൽ മതി. അത് അത് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ പഠിക്കുക. കാരണം നമ്മൾ ഫയൽസ് ഒക്കെ കോമ്പാറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ വേർഷനിൽ ഉള്ള ഫയല് പുതിയതിൽ ഓപ്പൺ ആവും, പക്ഷെ പുതിയതിൽ ഉണ്ടാക്കിയ ഫയല് പഴയതിൽ ഓപ്പൺ ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇവിടെ താഴത്ത് കണ്ടില്ലേ? താഴത്ത് ലെഫ്റ്റ് സൈഡിൽ ബോട്ടം കോർണറിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാം, റൂട്ടേഴ്സ് കണ്ടോ, PCകള്. ഈ റൂട്ടേഴ്സും സ്വിച്ചസും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് താഴത്ത് ഉണ്ടാവും ഇവിടെ റൂട്ടർ, സ്വിച്ച്, ഹബ്ബ്, പല പല ക്ലൗഡ്, അങ്ങനെ പല പല ഡിവൈസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂട്ടർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ റൂട്ടേഴ്സ് കാണാം. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ റൂട്ടർ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് 1841 ഏറ്റവും എൻട്രി ലെവൽ സീരീസ് ആണ്. റൂട്ടർ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിടാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം LAN ആണല്ലോ ചെയ്ത് നോക്കുന്നത്. സ്വിച്ച് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ജസ്റ്റ് സ്വിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ സ്വിച്ചസ് ഇവിടെ വരും. 2960 അങ്ങനെ ഏതെങ്കിലും ഒരു സ്വിച്ച് ഡ്രാഗ് ചെയ്തിടുക. പിന്നെ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് കമ്പ്യൂട്ടറുകൾ ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു 3 or 4 കമ്പ്യൂട്ടേഴ്സ് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, ഇത് സ്വിച്ച് വെച്ചു. നമ്മളിപ്പോൾ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് ലാബ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പല പല മെനൂസ് ഉണ്ട്. അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ലേബൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ചിത്രങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഷേപ്പുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളൊരു LAN ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്തു, ഇത്രയും PCകൾ എടുത്തു. എന്നിട്ട് ഇവിടെ കണ്ട ഈ കേബിളിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ കേബിളിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ത്രൂ, കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വിച്ചും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് വെച്ചാൽ കോപ്പർ കേബിളാണ്, കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിളാണ്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു സ്വിച്ചിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഫാസ്റ്റ് എതർനെറ്റിൽ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ രണ്ടാമത്തേൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തു. അപ്പൊ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? IP അഡ്രസ് സെറ്റ് ചെയ്യണം. കമ്പ്യൂട്ടേഴ്സിന്
IP അഡ്രസ് സെറ്റ് ചെയ്യണം. ഒരു കമ്പ്യൂട്ടർ എടുത്തു, നമ്മൾ അതിന്റെ ഡെസ്ക്ടോപ്പിൽ പോവുക, അതിന്റെ IP കോൺഫിഗ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് DHCP എന്നാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക്കിലേക്ക് മാറ്റുക. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടാണ് IP അഡ്രസ് കൊടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ 10.0.0.1 ഇതിന്റെ അർത്ഥം 10ാമത്തെ കമ്പ്യൂട്ടറിനകത്തുള്ള 10ാമത്തെ നെറ്റ്വർക്കിനകത്തുള്ള 1ാമത്തെ കമ്പ്യൂട്ടർ എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ IP അഡ്രസ് കൊടുക്കുന്ന സമയത്തിന് ഇവിടെ സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഗേറ്റ് വേയും DNS ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ചിലപ്പോൾ ഒന്ന് തന്നെ മനസ്സിലാവും. നോക്കട്ടെ, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ IP അഡ്രസ് കൊടുത്തു 10.0.0.1. എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്തു. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത കമ്പ്യൂട്ടറിൽ പോയി അതിൻ്റെ ഡെസ്ക്ടോപ്പ് എടുത്തു, IP കോൺഫിഗ് എടുത്തു. ഇവിടെ നമുക്ക് 20.0.0.1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നെറ്റ്വർക്ക് പോർഷൻ സെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ 10 എന്ന് പറയുന്നത് 10.0.0.2 കൊടുക്കാം. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. അടുത്ത കമ്പ്യൂട്ടർ എടുത്തു, ഡെസ്ക്ടോപ്പ് എടുത്തു, IP കോൺഫിഗ് എടുത്തു. അവിടെ 10.0.0.2123 കൊടുത്തു. ഈ കമ്പ്യൂട്ടറിന് ഡെസ്ക്ടോപ്പ് എടുത്തു, 10.0.0.4 കൊടുത്തു അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ക്ലിക്ക് കഴിഞ്ഞാൽ സെർവറൊക്കെ കാണാം. അവിടെ സെർവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ്. സെർവർ ഇപ്പോൾ ഒരു സെർവർ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു സെർവറും നമുക്ക് കണക്ട് ചെയ്യാം. സ്വിച്ചിൻ്റെ ഒരു 5ാമത്തെ പോർട്ട് നമ്മൾ സെർവറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെർവറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർവറിന് നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് IP അഡ്രസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 10.0.0.100 എന്ന് കൊടുക്കും. സെർവറിനെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 100 IP കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പാക്കറ്റ് ട്രേസറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? CCNA ഫസ്റ്റ് ലാബ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന്റെ ലാബ് നമ്മൾ ജസ്റ്റ് സിമുലേറ്റ് ചെയ്ത് എടുത്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുക്കുന്ന സമയത്ത് എവിടെയാണ് പാക്കറ്റ് ട്രേസർ സേവ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഒക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ലാബ് ലാൻ ബേസിക്സ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുക. നമ്മളവിടെ സേവ് എന്ന് കൊടുക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നാളെ ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നാളെ വീണ്ടും ഈ ലാബ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ സെറ്റിങ്സ് മാത്രം, കമ്പ്യൂട്ടർ സെറ്റിങ്സ് മാത്രമാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇവർ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. ചിലപ്പോൾ സപ്പോസ് ഇത് ക്രിമ്പ് ചെയ്തത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ഇത് ക്രിമ്പ് ചെയ്തത് പ്രോപ്പർ ആയിരിക്കും. കുറച്ച് ലെങ്ത് ഉള്ള കേബിൾ ആയിരിക്കും. ലെങ്ത് ഉള്ള കേബിളിന്റെ നടുവിലുള്ള ഏതെങ്കിലും ഒരു വയർ ചിലപ്പോൾ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഒരു കണക്ടിവിറ്റി ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കണക്ടിവിറ്റി ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് പിങ്. ഓക്കെ, പാക്കറ്റ് ഇന്റർനെറ്റ് ഗ്രൂപ്പർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അത് ഞാൻ നോട്ട്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ പിങ് അടിച്ചിട്ട്, പിങ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുക? പിങ് അടിച്ചിട്ട് നമ്മൾക്ക് കണക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് എഴുതുക ചെയ്യുക. 100 ഇങ്ങനെ നമ്മൾ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ 1ാമത്തെ കമ്പ്യൂട്ടർ എടുത്തു, അതിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് പിങ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ചിട്ട് 10.0.0.100 100 എന്ന് പറയുന്നത് ആ സെർവറിന്റെ IP ഓർക്കുന്നുണ്ടോ? അതേമാതിരി 10.0.0.2 അടുത്ത കമ്പ്യൂട്ടറിന്റെ IP ആണ്. സോറി, പിങ് അടിക്കാൻ മറന്നുപോയി.
അപ്പൊ അത് റിപ്ലൈ വന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഞാൻ വരാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് ഐ പിയിലേക്കാണോ പിങ് ചെയ്തത്, ഓക്കെ, ഏത് ഐ പിയിലേക്കാണോ നമ്മൾ പിങ് ചെയ്തത് അതേ ഐ പിയിൽ നിന്ന് തന്നെ റിപ്ലൈ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ലെസ് ദാൻ 1 മില്ലി സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. 1 മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ പിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പാക്കറ്റിന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ? ആരെങ്കിലും കേട്ടവരുണ്ടോ? നിങ്ങൾ ഞാൻ ഒന്നും ചോദിക്കുന്ന സമയത്ത് ആൻസർ പറയുന്നില്ലല്ലോ. ആരെങ്കിലും കേട്ടിട്ടുണ്ട്, പക്ഷെ ഡീപ്പായിട്ട് അങ്ങനെ അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാക്കറ്റ് നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്റർനെറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആവുന്നത് ഈ കമ്പ്യൂട്ടറിൽ നിന്നും കുറച്ച് ഡാറ്റകൾ ഈ കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ റിപ്ലൈ തിരിച്ച് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഈ ഡാറ്റകളൊക്കെ സഞ്ചരിക്കുന്നത് ഒരു പാക്കറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്ത് ഡാറ്റയാണെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ആ ഡാറ്റ പോകുന്നത് എങ്ങനെയാണ്? ഒരു പാക്കറ്റ് ആയിട്ടാണ്. അപ്പൊ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സപ്പോസ് നമ്മളില്ലേ, അപ്പം ഇപ്പൊ നജീബ് ഗൾഫിലാണുള്ളത്. ഓക്കെ, നജീബ് ഗൾഫിലുള്ളത്, നജീബിന് അർജന്റായിട്ട് എനിക്കൊരു കത്ത് എഴുതാം. ഇപ്പം കത്തൊന്നുമില്ല, ഇപ്പൊ കംപ്ലീറ്റ് മെയിലിങ്ങിന്റെ ഒക്കെ കാലാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങളൊരു പണ്ടത്തെ ഒരു കാലം ചിന്തിക്കുക, ഒരു 5 വർഷം മുന്നേ 10 വർഷം മുന്നുള്ള സിറ്റുവേഷൻ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു കത്ത് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ മാറ്ററൊക്കെ എഴുതി തയ്യാറാക്കും. അത് ഒരു പാക്കിലാക്കും, അല്ലെ, ഒരു എൻവലപ്പിനകത്താക്കും. ആ എൻവലപ്പിനകത്ത് ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും എഴുതും. ടു എന്ന് പറഞ്ഞിട്ട് റെനീഷ്, ഓക്കെ, വീട്ടുപേര്, അവരുടെ ഏതാണ്, പഞ്ചായത്ത് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് ഏതാണ്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതും. അതേമാതിരി ഫ്രം അഡ്രസ്സിലും സാധനങ്ങളൊക്കെ എഴുതി എന്നിട്ടാണ് ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക, അല്ലേ? അപ്പൊ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ ഉള്ളിലുള്ള ഈ ലെറ്ററാണ്. പക്ഷെ ആ ലെറ്റർ മാത്രമായിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടാൽ ഇത് അവിടെ എത്താൻ പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതിനു വേണ്ടി അവരെന്ത് ചെയ്യും? എൻവലപ്പിനകത്താക്കിയിട്ട് അതിനകത്ത് ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും എഴുതിയിട്ട് പോസ്റ്റ്. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന് ഒരു സെർവറിലേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ അയക്കാനുണ്ടെങ്കിൽ ആ ഡാറ്റേനെ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലാക്കുന്നു. ഓക്കെ, ആ പാക്കറ്റിനകത്ത് ഫ്രം അഡ്രസ്സും, നമ്മൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതുന്നത് പോലെ തന്നെ അവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സും സോഴ്സ് ഐ പി അഡ്രസ്സുമാണ് ഉണ്ടാവുക. വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ പറയണം മനസ്സിലായിട്ടില്ല എന്ന് പറയണം. ഓക്കെ, മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുള്ള രീതിയിലാണ് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ ഐ പി എത്രയായിരുന്നു? 10.0.0.1. ഈ കമ്പ്യൂട്ടറിന്റെ ഐ പി എത്രയായിരുന്നു? 10.0.0.100. അപ്പൊ ഇവിടുന്ന് ഒരു ഡാറ്റ, എന്ത് ഡാറ്റ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ ചെയ്യായിരിക്കും, ചിലപ്പോൾ ഇത് വെബിൽ ബ്രൗസ് ചെയ്യായിരിക്കും, ചിലപ്പോൾ ഇത് ടെൽനെറ്റ് ചെയ്യായിരിക്കും. അപ്പം എന്ത് അപ്ലിക്കേഷൻ ഇത് ആവാം. പക്ഷെ അതിന്റെ ഡാറ്റേനെ, ഇത് പിങ്ങിന്റെ ഡാറ്റയോ അല്ലെങ്കിൽ ടെൽനെറ്റിന്റെ ഡാറ്റയോ അല്ലെങ്കിൽ വെബിന്റെ ഡാറ്റ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് പാക്കറ്റിൽ എൻകാപ്സുലേറ്റ് ചെയ്യും. എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ് എന്തായിരിക്കും? 10.0.0.100. ഈ ഇൻഫർമേഷൻ എവിടെ എത്തണം? സോറി, ഫ്രം അഡ്രസ് അല്ല, ടു അഡ്രസ്, അല്ലെ? ടു അഡ്രസ്സിലാണ് എന്തുണ്ടാവുക? ഇത് എവിടെ എത്തേണ്ടത് എന്നുള്ളത്. 10.0.0.100. ഫ്രം അഡ്രസ്സിലോ ഇത് ആരാണ് അയക്കുന്നത്? 10.0.0.1. ഇതിനെയാണ് നമ്മളൊരു പാക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു പാക്കറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തുണ്ട്? പാക്കറ്റിന് ഒരു
ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും ഉണ്ട്, സോഴ്സ് IP അഡ്രസ്സും ഉണ്ട്. ഡെസ്റ്റിനേഷൻ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, സോഴ്സ് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫ്രം ആണ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ IP വെച്ചാൽ ഈ പാക്കറ്റിന് എവിടെ എത്തണം, സോഴ്സ് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നും ഈ പാക്കറ്റ് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പിങ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡമ്മി പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് അയക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ICMP എക്കോ റിക്വസ്റ്റ് എന്നാണ് വിളിക്കുക. എക്കോ റിക്വസ്റ്റ്, ICMP എക്കോ റിക്വസ്റ്റ്. ഇതെന്താണ്, ഒരു ഡമ്മി പാക്കറ്റ് ആണ്. അത് നേരെ ഈ ഇതിലേക്ക് എത്തി. ഇത് പിങ് ചെയ്യുന്ന സമയത്തുള്ള കാര്യം കേട്ടോ പറയുന്നത്, ഇതിനകത്തേക്ക് എത്തി. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ആരോ ഒരാൾ എന്റെ കണക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ICMP എക്കോ റിക്വസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിന്റെ റിപ്ലൈ ഉണ്ടാക്കണം. റിപ്ലൈ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഇയാൾക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഒരു പാക്കറ്റ് ഇവിടെ പോയി തിരിച്ച് ഈ പാക്കറ്റ് ഇവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത സമയത്ത് കണ്ടല്ലോ, ഒരു റിപ്ലൈ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ആ റിപ്ലൈ നമുക്ക് കിട്ടിയത് എത്ര മില്ലി സെക്കൻഡിന്റെ ഉള്ളിലാണ്, 1 മില്ലി സെക്കൻഡിന്റെ ഉള്ളിലാണ്. ഓക്കെ, 1 മില്ലി സെക്കൻഡിനുള്ളിൽ പാക്കറ്റ് അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് അങ്ങനെ 4 പാക്കറ്റ് അയക്കുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ. 4 എണ്ണം സക്സസ്ഫുൾ ആവുന്ന സമയത്ത് 0% ലോസ്. നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും കഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇവിടെ എന്ത് ചെയ്യുക, ഈ 0% എന്ന് പറയുന്നത് കൂടുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടറിൽ നിന്നും ആ ലാനിലുള്ള ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടറിനകത്തേക്കും പിങ് ചെയ്ത് കണക്ടിവിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇപ്പം ഞാൻ ഇതിപ്പോ റിയലിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പം CMD എന്ന് പഠിച്ച് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു, എന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. ഇത് എന്റെ കമ്പ്യൂട്ടറിന്റെ കമാൻഡ് പ്രോംപ്റ്റ്. ഇത് പാക്കറ്ററൈസർ ഒന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പാക്കറ്ററൈസർ ഒന്നുമല്ല, ഇത് എന്റെ കമ്പ്യൂട്ടറിന്റെ കമാൻഡ് പ്രോംപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ IP കോൺഫിഗ് ഒരു ലാനിൽ വരുന്ന ഫസ്റ്റ് കമാൻഡ് ആണ്. ട്രബിൾ ഷൂട്ടിംഗ് ലെവലിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് IP കോൺഫിഗ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് സ്പേസ് ഇല്ല. IP കോൺഫിഗ് എന്ന് പറയുന്നത് ഒറ്റ വാക്കാണ്. IP കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് എത്രയാണ്, അതിന്റെ സബ്നെറ്റ് മാസ്ക് എത്രയാണ്, അതിന്റെ ഗേറ്റ് വേ എത്രയാണ് എന്നൊക്കെ ഉള്ളത് കിട്ടും. പിന്നെ അതിന്റെ ഇത് കാണുന്നത് IP വേർഷൻ 6 ആ. ഓക്കെ, IP വേർഷൻ 6 ഒന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നില്ല. അത് CCNA ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്കാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതിനെ കൊണ്ടാണ്. CCNA ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ ആയിട്ടാണ് IP വേർഷൻ 6 വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനി പിന്നെ വേറൊരു എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പിങ് ചെയ്ത് നോക്കാം. ഒരു ബാക്കി കുറച്ച് ലാനിലുള്ള കുറച്ച് കമാൻഡ്സും കൂടെ ഉണ്ട്, നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ മുന്നേ ആയിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിങ് നമ്മൾ ഗേറ്റ് വേയിലേക്ക് പിങ് 192.168. നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വരുന്നത് ഗേറ്റ് വേ എന്നാണ്. അപ്പൊ അതിലേക്ക് പിങ് ചെയ്ത് കണ്ടോ, റിപ്ലൈ കിട്ടി. അത് 1 മില്ലി സെക്കൻഡിന്റെ ഉള്ളിലാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നല്ലതാണ്, കാരണം ചില നല്ല സ്പീഡ്, നല്ല അത്യാവശ്യം നമ്മളെ ഗേറ്റ് വേ ആയിട്ട് നമ്മൾ നല്ല കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും കഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 1 മില്ലി സെക്കൻഡ് ചിലപ്പോൾ വയർലെസ് ഒക്കെയാണ്, വയർലെസ്സിനകത്ത് എന്തെങ്കിലും ഫേംവെയർ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഈ 1 മില്ലി സെക്കൻഡിലും കൂടുക. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിൻ 8.8.8.8 ഇത് ഇന്റർനെറ്റിനകത്തുള്ള ഒരു IP അഡ്രസ് ആണ്. ഇന്റർനെറ്റിനകത്ത് ഗൂഗിൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗൂഗിൾ അറിയാൻ മതിയല്ലോ, ഗൂഗിളിന്റെ ഒരു DNS സെർവറിന്റെ IP അഡ്രസ് ആണ്. പക്ഷെ അവിടെ നിങ്ങൾ നോക്കിയേ, അവിടെ ഈ മില്ലി സെക്കൻഡ് 1 മില്ലി സെക്കൻഡ് ആണോ? 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 അല്ല, 16 മില്ലി സെക്കൻഡ് ഒക്കെ വരും. കാരണം എന്താണ്, ഇത് ചിലപ്പോൾ ഈ പാക്കറ്റ് US പോയിട്ടേക്കും തിരിച്ചു വന്നിട്ടുണ്ടാവുക. ഓക്കെ, കാരണം ചിലപ്പോൾ ഈ DNS സെർവർ എവിടേക്കും കിടക്കുന്നുണ്ടാവുക, നമ്മളെ US ഒരു ലൊക്കേഷനിലേക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് IP ട്രാക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സെർവർ എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് IP അഡ്രസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഈ IP അഡ്രസ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മിക്കവാറും US ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ട്രബിൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഈ സ്പീഡ് ഇത് നിങ്ങൾക്ക് വളരെ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് സംഭവിക്കുക, കമ്മ്യൂണിക്കേഷൻ ഒന്നും പ്രോപ്പർ അല്ലാതെ നടക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ ആവറേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നിങ്ങൾ കമ്പ്യൂട്ടറിൽ കമാൻഡ് പ്രോംപ്റ്റ് അടിച്ചിട്ട് നിങ്ങളും ഇതേ കമാൻഡുകളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ പിങ് ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് IP അഡ്രസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DNS ഉള്ളത് കൊണ്ട്, DNS ആണ് ഡൊമൈൻ നെയിം സെർവർ, നമ്മൾ പേര് google.com എന്ന് കൊടുക്കുമ്പോൾ പിങ്, ഇപ്പം gmail.com, ഇപ്പൊ കണ്ടോ 142.250.196.51. ഈ gmail.com എന്ന് പറയുന്ന പേരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ആണ്. നമുക്ക് TCP IP-യിൽ IP വെച്ചിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. നമ്മൾ പേര് യൂസ് ചെയ്താൽ പോലും DNS എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റിസോൾവ് ചെയ്തിട്ട് IP-യിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ഏകദേശം 16 മില്ലി സെക്കൻഡ് ആണ് ആവറേജ് ആയിട്ട് വന്നിരിക്കുന്നത്. 16 മില്ലി സെക്കൻഡിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. yahoo.com. പക്ഷെ അത് കുറച്ച് പ്രശ്നം അല്ലേ, നോക്കിയേ 245 മില്ലി സെക്കൻഡ് വരുന്നുണ്ട്. ഉണ്ടോ, അത് കുറച്ചും കൂടെ ദൂരെയുള്ള ലൊക്കേഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അത്ര സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് പിങ് എന്ന് പറയുന്ന കമാൻഡിന്റെ പ്രത്യേകത. കണക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് LAN ലെവലിൽ പഠിക്കുന്ന ഒരു കമാൻഡാണ് എന്ത്, പിങ്. അപ്പൊ നമ്മൾ ഇന്ന് 2 കമാൻഡ് പഠിച്ചു. ipconfig എന്ന് പറയുന്ന കമാൻഡ് പഠിച്ചു, പിങ് എന്ന് പറയുന്ന കമാൻഡ് പഠിച്ചു. ഈ കമാൻഡുകൾ ഒന്നും തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഇതൊക്കെ ബേസിക് ഫണ്ടമെന്റൽ കമാൻഡ്സ് ആണ്. ഓക്കെ, ഇതൊന്നും ഒരിക്കലും നിങ്ങളെ CCNA ഒരു നെറ്റ്വർക്കിംഗ് ഫീൽഡിലേക്ക് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മറന്നു പോവാത്ത കമാൻഡ്. ഇതേമാതിരി നമുക്കൊരു 10-20 കമാൻഡുകൾ പഠിക്കാനുണ്ടാവും. ഓക്കെ, നമ്മൾ CCNA പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം ഒരു 10ഓ ഒരു 30ഓ അല്ലെങ്കിൽ ഒരു 50 ഒക്കെ കമാൻഡ്സ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു 10ഓ 20ഓ കമാൻഡ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മള് അപ്പൊ നമുക്ക് ഇനി പാക്കറ്റ് ട്രേസറിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. പാക്കറ്റ് ട്രേസറിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് താഴത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റിയൽ ടൈം സിമുലേഷൻ എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ കണ്ടോ? റിയൽ ടൈം സിമുലേഷൻ ഡിഫോൾട്ട് ആയിട്ട് റിയൽ ടൈമിലാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്കതിന് സിമുലേഷനിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമുലേഷൻ ലൈൻ. സിമുലേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഷോ ഓൾ നണ്ണ് ക്ലിക്ക് ചെയ്യാം. ഷോ ഓൾ നണ്ണ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ എഡിറ്റ് ഫിൽറ്റേഴ്സിൽ പോയിട്ട് ICMP മാത്രം ടിക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പിങ് എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്യുന്നത് എന്താണ്, ICMP വെച്ചിട്ടാണ്. അപ്പൊ ഈ ICMP പാക്കറ്റ് പോകുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ആയിട്ട് കാണാം. ഈ പിങ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കണ്ടു എന്താണ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു. ഓക്കെ, റിപ്ലൈ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണുന്നത് കണ്ടു. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിച്ചത്, ഒരു പാക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി, അവിടെ നിന്ന് അതിന്റെ റിപ്ലൈ പാക്കറ്റ് തിരിച്ച് ഇങ്ങോട്ട് വന്നു അല്ലേ. ആ കഥയൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമുലേഷൻ ക്ലിക്ക് ചെയ്യുക, ഷോ ഓൾ നണ്ണ് കൊടുത്ത് ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ PC എടുത്തു, എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. അവിടെ നമ്മൾ ഈ കമാൻഡ്, നമ്മൾ എഴുതിയ കമാൻഡ് പിങ് അടിച്ചു 10.0.0.100 എൻ്റർ അടിച്ചു. പിങ് അടിച്ച് എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് കണ്ടോ ഇവിടെ ഒരു പാക്കറ്റ് ജനറേറ്റ് ആയി. ഓക്കെ,
ഈ പാക്കറ്റ് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്നുകിൽ പ്ലേ അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നെക്സ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ പ്ലേന്റെ തൊട്ടപ്പുറത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫാസ്റ്റ് ഫോർവേഡിന്റെ പോലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് കണ്ടോ, ആ പാക്കറ്റ് നേരെ ആ കേബിളിനകത്ത് കൂടെ പോയി സ്വിച്ചിലെത്തി. സ്വിച്ച് നേരെ അത് ARP വരുന്നത് കൊണ്ടാണ് കേട്ടോ അതിന്റെ റിപ്ലൈ. ഫസ്റ്റ് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇതാ അടുത്ത പാക്കറ്റ് ഉണ്ടായി. അത് നേരെ കണ്ടോ സ്വിച്ചിലെത്തി. സ്വിച്ചിൽ നിന്ന് നേരെ സെർവറിലെത്തി. സെർവറിന് നേരെ അത് തിരിച്ച് അത് സ്വിച്ചിലേക്ക് എത്തി. അതിന്റെ റിപ്ലൈ പോവുകയാണത്, ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ കമ്പ്യൂട്ടറിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കാൻ വെച്ചാൽ അതിൻ്റെ അകത്ത് റിപ്ലൈ വന്നിട്ടുണ്ട്. രണ്ട് റിപ്ലൈ വന്നു. നമുക്ക് ആദ്യത്തെ റിപ്ലൈ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ 2 റിപ്ലൈ വന്നു. ഇനി ഇപ്പോൾ പ്രാവശ്യം കൂടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താവും, 3 റിപ്ലൈ വരും. അത് ഇവിടെ കിട്ടുമ്പോഴത്തേക്കും അത് 3 പാക്കറ്റ് കണ്ടതാണ്. PC ക്ലിക്ക് ചെയ്ത് കണ്ടോ 3 റിപ്ലൈ വന്നു. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചത്, ഇതിനകത്ത് ജസ്റ്റ് ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഈ പാക്കറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അപ്പൊ നമുക്ക് ഈ ലെയേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് പേടിക്കേണ്ട, അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ നമ്മൾ പഠിക്കുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടാൻ വേണ്ടി നിങ്ങൾ പറയാണ്. കണ്ടോ, ഇത് നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഒരു പാക്കറ്റ് അവിടെ പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ കണ്ടോ, ഹെഡർ ലെയർ 3 ഹെഡർ, നമ്മളൊരു പാക്കറ്റ് ആയിട്ടാണ് ഡാറ്റ പോകുന്നത്. അതിന് IP നോക്കിയേ, സോഴ്സ് IP അഡ്രസ്. ഇത് എവിടെന്നാ വന്നത്, സെർവറിനാ വന്നത്. കണ്ടോ 10.0.0.1 സെർവറിന് തിരിച്ച് ICPന്റെ എക്കോ റിപ്ലൈ നമുക്ക് കിട്ടിയതാണ്. കണ്ടോ, സോ ഡെസ്റ്റിനേഷൻ IP എന്താ 10.0.0.1. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെഡറൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ഇൻബൗണ്ട് PDU എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഓരോ ഹെഡറും അതിനകത്തുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് പഠിക്കുക, ലേയേഴ്സ് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ഡെപ്തിലേക്ക് നമ്മൾ വന്ന് പഠിക്കുക. ഓക്കെ, ഒരുപാട് ഓരോ പാക്കറ്റിനകത്തും സോഴ്സ് IPയും ഡെസ്റ്റിനേഷൻ IPയും മാത്രമൊന്നുമല്ല ഉള്ളത്, അത് കൂടാതെ പല ഹെഡർ ഇൻഫർമേഷൻസും ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ലേയേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? CCNA സിമ്പിൾ ആണോ കോംപ്ലിക്കേറ്റഡ് ആണോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. നജീബ്, ചെറുതായിട്ടൊരു കോംപ്ലിക്കേഷൻ തോന്നുന്നുണ്ട്. സ്റ്റാർട്ടിങ് അല്ലേ, അതിൻ്റെതായി വിചാരിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് റെക്കോർഡിംഗ് ഉണ്ടാവും, ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാക്കറ്റ് ട്രേസർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ 4 സ്വിച്ച് പിടിച്ചിട്ട് ഒരു സ്വിച്ച് പിടിച്ചിട്ട് 4 കമ്പ്യൂട്ടറും കണക്ട് ചെയ്തും കണ്ട് ജസ്റ്റ് പിങ് ചെയ്ത് നോക്കിയല്ലേ, സിമ്പിൾ അല്ലേ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് നിങ്ങൾ സ്വന്തം ലാബ് ചെയ്ത് നോക്കണം. സ്വന്തം ലാബ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കണ്ട് നിങ്ങൾ ക്ലിയർ ആക്കണം. എന്നിട്ട് ആ ലാബ് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. CCNA പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം 10-20 ലാബുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വാനിനൊരു ലാബ്, വാനിൽ 2 ബ്രാഞ്ചിലുള്ള ഒരു ലാബ്, 3 ബ്രാഞ്ചിലുള്ള ഒരു ലാബ്, 10 ബ്രാഞ്ചിലുള്ള ഒരു ലാബ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ലാബ് സിനാരിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഓരോന്നും തന്നെ നിങ്ങൾ ഓരോ ഫോൾഡറിലാക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം അങ്ങനെയേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. CCNA എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ഒന്നുമല്ല. ഇത് വളരെ സിമ്പിൾ ആയിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് 1 മാസം 1 lakh സാലറി വാങ്ങുന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഇപ്പം നമുക്ക് കേരളത്തിൽ ഇഷ്ടമാതിരി ഡ്രൈവർമാരെ കിട്ടും നമുക്ക്, അല്ലേ? ഓക്കെ, ഇഷ്ടമാതിരി കാർപ്പൻറ്റേഴ്സിനെ കിട്ടും, ഇഷ്ടമാതിരി നമ്മൾ ബിൽഡിംഗ് പണിക്ക് പോകുന്ന ആൾക്കാരെ കിട്ടും. ഇവർക്കൊക്കെ മാക്സിമം ഒരു ദിവസം കിട്ടുന്ന സാലറി എത്രയാ? 1000 rupees, അല്ലേ? ഇപ്പൊ കേരളത്തിലൊരു സിറ്റുവേഷൻ ഞാൻ പറയുന്നത്, ഒരു 1000 രൂപ കിട്ടും. അല്ലെങ്കിൽ മാക്സിമം അവർ ഓവർ ടൈം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു 1500 രൂപ കിട്ടും. ഓക്കെ, ഈ 1000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മാസം അവർക്ക് കിട്ടാവുന്ന മാക്സിമം സാലറി എത്രയാണ്? 30,000 rupees. ഓക്കെ, അപ്പൊ അതിന് പകരം ഈ 30,000 rupees കിട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാസം 1 lakh സാലറി മേടിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യുന്ന ഒരു ജോബ് ആയിരുന്നെങ്കിൽ ഇതിന് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ? ഇല്ല.
അപ്പൊ അതിന്റെ ഒരു എഫേർട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വരണം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. CCNA സിമ്പിൾ അല്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കുന്ന ഫ്രീലാൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്നറിയോ, വളരെ കുറച്ച് ടെക്നിക്ക് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഇത് ഫുള്ളായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട്, ഇതേമാതിരി പാക്കറ്റ് പോകുന്നതും വരുന്നതും ഇതിന്റെ ഹെഡർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പഠിപ്പിക്കാണ്ടിരുന്നതെന്ന് ഞാൻ എന്തായി, ആകെ പിങ് ചെയ്ത് നോക്കി, ഇത് കണക്ടിവിറ്റി ഓക്കെ ആയി. ഓക്കെ, നിങ്ങൾ ലാൻഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോയാൽ എന്ത് സംഭവിച്ചു? ടോപ്പിക്ക് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് നോളജ് കിട്ടിയോ? വേണ്ടത്ര നോളജ് കിട്ടിയോ? ഇല്ല. ഇത് പ്രോപ്പറായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള നോളജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ആ ലെവലിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ അത് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, ഇതൊക്കെ ഫണ്ടമെന്റൽസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ചത് ആർക്കെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമോ? എനിവൺ? എങ്ങനെ ഒരു ലാൻ ബിൽഡ് ചെയ്യാം? ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തേ. ഫിസിക്കലായിട്ടുള്ള ഡിവൈസസ് ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തു. കണക്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആ, അല്ല, ആ, കളക്ട് അതായത് ചെയ്തു, അതായത് സ്വിച്ചസ് സ്വിച്ച്, സ്വിച്ചസും സ്വിച്ച്, PCകളൊക്കെ നമ്മൾ കേബിൾസ് കളക്ട് ചെയ്തു. കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസിക് കമ്പ്യൂട്ടറിൽ ആ സ്യൂട്ട് സെയിം ആണോ നോക്കി, പ്രോട്ടോകോൾ സ്യൂട്ട് പ്രോട്ടോകോൾസ് സെയിം ബൈ ആണോ ഡിഫോൾട്ട് നോക്കി. ആയിട്ട് ഉണ്ടാവും, എല്ലാത്തിനകത്തും ആ TCP/IP ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ IP അസൈൻ ചെയ്യണം, യുണീക്ക് ആയിട്ടുള്ള IP. അതിനകത്ത് ഹോസ്റ്റ് പാർട്ട് സെയിം ആയിരിക്കണം, ഹോസ്റ്റ് പാർട്ട് ഡിഫറെന്റ് ആയിരിക്കണം, നെറ്റ്വർക്ക് പാർട്ട് സെയിം ആയിരിക്കണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Then നമ്മള് ആൻസർ മനസ്സിലായില്ല. നിജു നിജു. ഓക്കെ, കേട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, നിജു, വെരി ഗുഡ്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പിങ് ചെയ്ത് നോക്കി. എന്നിട്ട് അതിന്റെ റിപ്ലൈ നമുക്ക്, അല്ലെങ്കിൽ പാക്കറ്റ് ലോസ് എത്രയാണെന്ന് നോക്കണം. അത് 100% സക്സസ് ആണെങ്കിൽ ഓക്കെ, കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ആ നോട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക, അത് ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, സിമ്പിൾ, അത്ര ടഫ് ഒന്നുമില്ല. നിങ്ങൾ എന്താ പറയാ, ഒരു CCIE പഠിക്കുന്ന ഒരു ലെവലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ടഫല്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഇത് ടഫല്ല, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ IT ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കോളർ ജോബ് അല്ലേ? അപ്പൊ ഈ വൈറ്റ് കോളർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താ? സോഫ്റ്റ്വെയർ ആണ്. അവിടെ കോഡിംഗ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നല്ല ലോജിക് ഉള്ളവർക്ക് മാത്രമേ സോഫ്റ്റ്വെയറിൽ നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റുള്ളൂ. നല്ല നല്ല പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. ഓക്കെ, പക്ഷെ ഇതിന് എന്ത് വേണ്ട? പ്രോഗ്രാമിംഗ് സ്കില്ലും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത്യാവശ്യം ഒരു ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ല് വേണം. ഓക്കെ, എന്തെങ്കിലും ഒരു പാക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കാം, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിറ്റുവേഷൻ ഇത് ലൈവ് ആയിരുന്നു എന്ന് വിചാരിക്കാൻ. ഓക്കെ, ഇത് ഞാനിപ്പോൾ റിയൽ ടൈമിലേക്ക് മാറ്റുന്നുണ്ട്, എളുപ്പത്തിന് വേണ്ടി റിയൽ ടൈമിലേക്ക് മാറ്റി. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നിന്ന് നമ്മൾ പിങ് ചെയ്തപ്പോഴേ ഇതിന്റെ പിങ് കിട്ടിയില്ലേ, നമുക്ക് റിപ്ലൈ കിട്ടിയില്ലേ? അല്ലേ, റിപ്ലൈ കിട്ടി. ഇനി നമ്മളോട് പറയാണ്, നമ്മൾ ഈ ലാനിൽ അഡ്മിൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയാണ്, ഈ കമ്പ്യൂട്ടറിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, ഒരു വെബ് സെർവർ ആണത്, ഇതിന്റെ പേജ് കിട്ടുന്നില്ല എന്ന് പറയാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അഡ്മിൻ ആണല്ലോ, നമ്മൾ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് പിങ് ചെയ്ത് നോക്കുക, കണക്ടിവിറ്റി ഉണ്ടോ എന്ന് പിങ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ പിങ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടറിനകത്തേക്കും പിങ് ആവുന്നുണ്ട്, പക്ഷേ ഈ കമ്പ്യൂട്ടറിനകത്തേക്ക്, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിനകത്തേക്ക് പിങ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു ട്രബിൾ വന്നു. ഓക്കെ, ഈ ട്രബിൾ നമ്മൾ സോൾവ് ചെയ്യണം. ഈ ട്രബിൾ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത് പിങ് ആവുന്നില്ലെങ്കിൽ ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. ഈ സെർവർ കേടായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ സെർവറിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് കേടായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ കേബിൾ ചിലപ്പോൾ കട്ടായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ കേബിൾ കണക്ട് ചെയ്ത RJ45ന്റെ ആ ജാക്ക് ഉണ്ടല്ലോ, ആ ജാക്ക് കേടുവന്ന് പോയിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിലോ ഈ സ്വിച്ചിന്റെ ഈ പോർട്ട് കേടായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ സ്വിച്ചിന്റെ ഈ പോർട്ടിനകത്ത് കണക്ട് ചെയ്ത RJ45 കേടായി പോയിട്ടുണ്ടാവാം. ഓക്കെ, അതേപോലെ തന്നെ ഒന്നുകിൽ ഈ സ്വിച്ചിന്റെ ഈ പോർട്ടിൽ കേട് വന്നാലും പിങ് കിട്ടൂല ഈ സെർവറിനകത്തേക്ക്, അല്ലേ? അപ്പൊ ഇവിടെ
ഇതിലൊക്കെ പ്രോബ്ലം വരാം. ഇതിലൊക്കെ ഏതിൽ വേണമെങ്കിലും പ്രോബ്ലം വരാം. അല്ലെങ്കിൽ സ്വിച്ചിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ ഉള്ള പ്രോബ്ലം വന്നാലും ഇതേ പ്രശ്നം വരാം. അപ്പൊ ഇത് എവിടെയാണ് ഈ പ്രോബ്ലം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ കേബിൾ ടെസ്റ്റർ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നു അല്ലെ. നമ്മൾ ആ കേബിൾ ടെസ്റ്റർ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേബിൾ ടെസ്റ്റർ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു അഡ്മിൻ ആയിട്ട് നിന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കേബിൾ ടെസ്റ്റർ കണക്ട് ചെയ്തിട്ട് അപ്പുറത്തെ ഇത് ചിലപ്പോൾ വേറെ റൂമിലേക്ക് സെർവർ ഉണ്ടാവുക, അപ്പുറത്തെ വേറൊരു അഡ്മിനെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കും എല്ലാ LED കത്തുന്നുണ്ടോ. അത് കത്തുന്നുണ്ടെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ കേബിളിന് ഫോൾട്ട് ഒന്നുമില്ല, കേബിൾ ഇവിടെ കട്ടായി പോയിട്ടൊന്നുമില്ല, RJ45 പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേ ടെസ്റ്റ് തന്നെ ഇവിടെയും ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കേബിളും പ്രശ്നം, ലൈറ്റൊക്കെ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി പ്രശ്നം. ഇനി ലൈറ്റ് കത്തുന്നില്ലെങ്കിലോ നമുക്ക് മനസ്സിലായി എന്താണ് ഈ കേബിളിന്റെ ഫോൾട്ട് ആണെന്ന് മനസ്സിലായി. പിന്നെ ആ കേബിൾ മാറ്റിയാൽ പോരെ നിങ്ങൾ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള RJ45 റീക്രിംബ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് എവിടെ പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ കേബിളിന്റെ എല്ലാ ലൈറ്റും കത്തുമോ? അതോ എല്ലാ 8 കേബിളല്ലേ ഉള്ളത്? അതെ 8. ശരിക്കും ഈ 8 എണ്ണത്തിനകത്ത് 4 എണ്ണം മാത്രമേ ശരിക്കും പ്രോപ്പർലി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ക്രിംപ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കംപ്ലീറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 8ഉം കത്തണം. ശരിക്കും 8ഉം കത്തും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിന്റെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഗ്രൗണ്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ബാക്കി കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? അത് 8ഉം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം. 8ഉം പ്രോപ്പറായിട്ട് കണക്ട് 8ഉം പ്രോപ്പറായിട്ട് വേണമെന്നില്ല. അതായത് ഇതിനകത്തുള്ള 1ഉം 2ഉം 3ഉം 6ഉം ആണ് ശരിക്കും യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളൊരു RJ45 എടുക്കുമ്പോൾ 8 പിന്ന് കാണുന്നുണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ 1, 2 എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് പ്ലസ്, ട്രാൻസ്മിറ്റിംഗ് മൈനസ്. ഓക്കെ, 3 എന്ന് പറയുന്നത് റിസീവർ പ്ലസ്, റിസീവർ മൈനസ്. ഇങ്ങനെയാണ് വരുന്നത്. 2 സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ് എയും സ്റ്റാൻഡേർഡ് ബി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അത് അടുത്ത ചാപ്റ്ററിൽ എല്ലാം കൂടെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചിലപ്പോൾ CCNA ഇട്ടേച്ച് പോകും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, അത് കാരണം നമ്മൾ മെല്ലെ ഉള്ളൂ നിങ്ങൾക്ക് ഇഞ്ചെക്ട് ചെയ്ത് തരുള്ളൂ കേട്ടോ. ഓക്കെ, കാരണം എന്താ പറയുക, ഇതിനകത്ത് വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, നല്ല എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇയാൾ എന്തിനാ അത്രയും ഡെപ്തിൽ പറയുന്നത്. അപ്പൊ അത് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുണ്ടല്ലോ ഈ 6 എണ്ണം മാത്രം കത്തിയാൽ പോലും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, അതായത് 1, 2, 3, 6. അപ്പൊ ബാക്കിയുള്ളത് ഇപ്പം 7ഉം 8ഉം കത്തുന്നില്ല. ഓക്കെ, അതേമാതിരി തന്നെ ഇവിടെയുള്ള ഇടയ്ക്കുള്ള ഈ 4ഉം 5ഉം കത്തുന്നില്ല എന്നുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ ക്രിമ്പിങ് ചെയ്തത് പ്രോപ്പർ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ക്രിമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കത്തും. ഓക്കെ, അപ്പൊ ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക കേബിളൊക്കെ കത്തിച്ച് മീൻസ് ഇതൊക്കെ ചെയ്ത് നോക്കിയ സമയത്ത് കേബിളിന് കംപ്ലൈന്റ് ഒന്നുമില്ല എന്ന് വിചാരിക്കും. അപ്പൊ പിന്നെയുള്ള ഫോൾട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ NIC കാർഡ് ഫോൾട്ടി ആയിട്ടുണ്ടാവും അല്ലെ. NIC കാർഡ് ഫോൾട്ടി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്വന്തം IP ലേക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ NIC കാർഡിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ NIC കാർഡ് ഇനിയിപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, സ്വിച്ചിന്റെ ഈ പോർട്ട് കംപ്ലൈന്റ് ആയിപ്പോ അപ്പൊ സ്വിച്ചിൽ പോയിട്ട് അപ്പൊ സ്വിച്ചിന്റെ കമാൻഡ്സ് ഒന്നും നിങ്ങൾ പഠിച്ചില്ല. സ്വിച്ചിൽ പോയിട്ട് ഷോ ഇന്റർഫേസ് സ്റ്റാറ്റസ്, സിസ്കോ സ്വിച്ച് ആണെങ്കിൽ ഷോ ഇന്റർഫേസ് സ്റ്റാറ്റസ് എന്നുള്ള കമാൻഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇന്റർഫേസിന് സ്റ്റാറ്റസിന് ഇപ്പൊ ഇന്റർഫേസ് സ്റ്റാറ്റസ് എന്ത് ചെയ്യാണ്, ഒന്ന് കാണിക്കുന്നില്ല, ഒന്ന് ഡിസ്കണക്റ്റഡ് ആയി കാണിക്കും. ഇപ്പോൾ ഷോ IP കമാൻഡ് അടിച്ച് നോക്കുന്ന സമയത്ത് ഒരു പോർട്ട് എന്തായി പോയിട്ടുണ്ട്, ഫോൾട്ടി ആയി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നേരെ ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും അൺയൂസ് ഇപ്പോൾ 24 പോർട്ടും ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ഇതിനകത്ത് ഒരു 10 എണ്ണൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ യൂസ് ചെയ്യാത്തൊരു പോർട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അത് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. ഓരോ ഓപ്ഷൻസും മാറി ചെക്ക് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ. ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ലാണ് ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരു L2 ലെവലിലേക്കൊക്കെ പോകാൻ വേണ്ടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത്. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് നെറ്റ്വർക്കിനകത്ത് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും. നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മതി അതിനകത്ത് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ.
അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഏകദേശം ലാനിന്റെ ബേസിക്സ് ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് കമാൻഡ്സേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ലാനിലുള്ള കുറച്ചും കൂടെ കമാൻഡുകൾ പറയാനുണ്ട്, പക്ഷെ അത് ഞാൻ ഇന്ന് പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തറോ ആവണം. ഓക്കെ. പിന്നെ കുറച്ച് കമാൻഡ്സ് നമുക്ക് കുറച്ചും കൂടെ കമാൻഡുകൾ ഉണ്ട്. നമുക്കിപ്പോ ഒരു ഓക്കെ 9:15 ആയിട്ടുള്ളൂ. ഒരു 9:30 വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇതുവരെ പറഞ്ഞതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞാൻ ടോപ്പിക്സ് എടുത്തു തരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ. ക്ലാസ് നല്ലതായോ, മനസ്സിലായോ, വളരെ ഫാസ്റ്റ് ആയി പോയോ, വളരെ സ്ലോ ആയി പോയോ? അപ്പൊ നിങ്ങൾ ഈ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് നമ്മളൊരു പിക്ചർ കിട്ടുള്ളൂ, എങ്ങനെ ക്ലാസ് കൂടുതൽ നല്ലതാക്കാം. അല്ലേ? ഞാനിപ്പം 20 വർഷത്തോളം ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഒരു കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ഞാൻ വേറെ പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ട്രെയിനിങ് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിൻ്റെതായുള്ള കുറച്ച് പോരായ്മകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ പോരായ്മകൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളെ ഫീഡ്ബാക്ക് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക്. ഓക്കെ. നിജു എന്ത് പറയുന്നു? കുഴപ്പമില്ല, എനിക്ക് ഈ സ്പേസ് സീനില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഇനിയിപ്പോ ക്ലാസ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ കൂടുതൽ നല്ലതാക്കാൻ വേണ്ടിയിട്ട്? സാർ ഇന്നത്തെ റെക്കോർഡ്സ് ഒന്ന് അയക്കാൻ പറ്റുമോ? റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ 2-3 ആൾക്കാർ റെക്കോർഡ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ അത് റെക്കോർഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ കമ്പ്യൂട്ടറിനകത്ത് ഞാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റ മിനിറ്റ് ഞാനതൊന്ന് നോക്കട്ടെ. കാരണം എനിക്ക് കുറച്ച് ഏരിയസ് മിസ്സായി പോയിട്ടുണ്ട്. മിസ്സായി പോയിട്ടില്ല. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ഇപ്പൊ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇനിയിപ്പോ ടെക്നിക്കൽ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ്